ക്രിസ്തുവിൽ പ്രിയരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ ആവശ്യമെന്ന് തോന്നിയ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് വളരെ തിരക്കേറിയതും വളരെ അഴുക്ക് നിറഞ്ഞതുമായൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവമക്കൾ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നാം പലപ്പോഴും വേദപുസ്തകം വിലക്കിയിട്ടുള്ള പല പാപങ്ങളും ചെയ്യുന്നവരാണ്. അറിഞ്ഞും അറിയാതെയും പാപത്തിൽ വീഴുന്നവർ നമ്മളിൽ അനേകരുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. വേദപുസ്തകവും നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. പാപം ചെയ്യാത്തവൻ ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്ന്. എന്നാൽ നമ്മുടെ പാപഭാരം ഓരോ ദിവസവും ഏറി വരുന്നത് നാം അറിയാറുണ്ട്. പലപ്പോഴും നാം ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങൾ, ഇന്ന് രാവിലെ ചെയ്തു പോയ പാപങ്ങൾ, ഈ നിമിഷത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നതായ പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും വേണ്ട എന്നുണ്ടെങ്കിലും നമ്മളിൽ ആവർത്തിച്ചു വന്നു പോകുന്ന അതേ പാപങ്ങൾ പലപ്പോഴും നമുക്കതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്. നാം കർത്താവിനോട് അപേക്ഷിക്കാറുണ്ട്, ഏറ്റുപറയാറുണ്ട്, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പാപം ഉണ്ടാവില്ലപ്പാ. നാം തുറന്നു പറയാറുണ്ട്. പക്ഷേ അടുത്ത നിമിഷം നാം അതിൽ വീണു പോയതിനു ശേഷം സങ്കടത്തോടെ നാം ആലോചിക്കാറുണ്ട്, ഞാൻ പിന്നെയും ആ പാപം ചെയ്തു. എങ്ങനെയാണ് നമുക്കിതിൽ നിന്നും ഒന്ന് പുറത്തു വരാൻ സാധിക്കുന്നത്? നമ്മുടെ സൃഷ്ടാവ് നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന്. ആ ഭാവം എന്തായിരുന്നു? സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ ഭാവം മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിഷമതയിലിരിക്കുന്നവർക്ക് കൈ കൊടുക്കുകയും അവരെ താങ്ങുകയും ചെയ്യുന്നതിലൂടെ ക്രിസ്തു മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി. ഇതിലൂടെ കർത്താവ് നമുക്ക് പകർന്നു തന്ന മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാകാം? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്ന ഇന്ദ്രിയജയമാണ് പാപങ്ങളിൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നതിന് നമുക്കാവശ്യമായിരിക്കുന്ന ആത്മാവിൻ്റെ ഫലം. എന്നാൽ ഈ ഇന്ദ്രിയ ജയം തനിയെ നമുക്ക് ലഭിക്കുന്നതല്ല. അതിനു മുൻപേ പറഞ്ഞിരിക്കുന്നതായ ആത്മാവിൻ്റെ ഫലത്തെ നാം സ്വന്തമാക്കണം. അതിനാലാണ് ക്രിസ്തേശുവിൻ്റെ ഭാവം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് വചനം നമുക്ക് പറഞ്ഞു തന്നത്. നാം സ്നേഹം ശീലിക്കുന്നതിലൂടെ നമ്മിൽ സന്തോഷം വരുന്നു. സ്നേഹവും സന്തോഷവും ഉള്ള ഒരു വ്യക്തിയിൽ സമാധാനം ലഭ്യമാകുന്നു. സ്നേഹവും സന്തോഷവും സമാധാനവും ഒരു മനുഷ്യനിൽ ദീർഘക്ഷമ ഉളവാക്കുന്നു. ചുറ്റും നടക്കുന്ന പ്രകോപിപ്പിക്കുന്ന സംഭവങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഈ ദീർഘക്ഷമ ആ വ്യക്തിയെ പ്രാപ്തനാക്കും. നമുക്ക് ദീർഘക്ഷമയും സമാധാനവും സ്നേഹവും ഉണ്ടാകുമ്പോൾ നമ്മളിൽ ദയ വരുന്നു, കൈൻഡ്നെസ്. മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരോട് മനസ്സലിവ് തോന്നുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ദയ ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നു. നമ്മിൽ ഈ ഗുണങ്ങൾ വരുമ്പോൾ ദൈവം നമുക്ക് വിശ്വസ്തത നൽകുന്നു. കർത്താവിൻ്റെ ഒരു ദാനമാണിവയെല്ലാം. നാം മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുമ്പോൾ, നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, അതിലൂടെ നാം സന്തോഷം കണ്ടെത്തുമ്പോൾ, നാം ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മിൽ ആർജിക്കുമ്പോൾ കർത്താവ് നമ്മെ വിശ്വസ്തനെന്ന് എണ്ണുന്നു. നാം ഇത് ഓരോന്നായി ശീലിക്കുമ്പോൾ നമ്മിൽ സൗമ്യത ഉണ്ടാകുന്നു. നാം ദൈവീക ഭാവത്തോട് ഒത്തവരാകുന്നു. ഇത് മനഃപൂർവ്വം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മിൽ ദൈവീക ഭാവം നിറയുന്നു. നാം ക്രിസ്തേശുവിൻ്റെ ഭാവം ഓരോന്നായി ആർജിക്കുന്നതിനോടൊപ്പം നാം പല വികാരങ്ങളെയും അതിജീവിക്കുവാൻ പഠിക്കുന്നു.
ദീർഘക്ഷമയിലൂടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ എല്ലാവരും ക്രിസ്തുവിൻ്റെ സൃഷ്ടികളാണ്. കർത്താവ് ഒരുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നതിലൂടെ നാം സഹജീവികളെ സ്നേഹിക്കുവാനും അവരോട് സഹാനുഭൂതി കാണിക്കുവാനും അനുകമ്പയുള്ളവരുമായി തീരുന്നു. എല്ലാത്തിനോടും അനുരഞ്ജനത്തിൽ ഏർപ്പെടുവാൻ നമുക്ക് ഈ ഭാവം സഹായകമാകുന്നു. അതിലൂടെ ലോകപരമായ ഈഹപരമായ പല തെറ്റുകളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുവാൻ, ഇന്ദ്രിയ ജയം സ്വായത്തമാക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ശത്രുവും ഒരുപാട് അലയുന്നുണ്ട്. എന്നാൽ അവൻ്റെ പിടിയിൽ നാം പെട്ടുപോകാതെ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ ഈ ആത്മാവിൻ്റെ ഫലത്തെ നാം ശീലിക്കുമ്പോൾ നമ്മെ അത് സഹായിക്കുന്നു. ഓരോ ഫലമായി നാം നമ്മിൽ കൊണ്ടുവരിക. ഈ ഫലങ്ങൾ ഓരോന്നും വെവ്വേറെയല്ല, ഇതൊന്നിനോടൊന്ന് ഇണങ്ങിയിരിക്കുന്നു. നാം ഒന്ന് ശീലിക്കുമ്പോൾ നമ്മിൽ മറ്റൊന്ന് ഉളവാകുന്നു. നാം ഇത് ശീലിക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മെ സമർപ്പിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മിൽ ആ വരം പകർന്നു തരുന്നു. ആ ഫലത്തെ നമ്മുടെ ഉള്ളിൽ നടുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന നന്മ മരമായി മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ ക്രിസ്തയേശുവിനെ കണ്ട സമാധാനവും സന്തോഷവും ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കരുണാമയനായ ഞങ്ങളുടെ കർത്താവേ, അപ്പാ, ഈ സമയം അപ്പാ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തിൽ വൈകാരികമായി, ഈ ലോകപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ കാലടികളെ, ഞങ്ങളുടെ കണ്ണുകളെ, ഞങ്ങളുടെ നോട്ടങ്ങളെ, ഞങ്ങളുടെ ആത്മാവിനെ അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ ആത്മാവിൻ്റെ അവയവങ്ങളെയും ഞങ്ങളുടെ ശാരീരികമായ അവയവങ്ങളെയും ക്രിസ്തയേശുവിൻ്റെ വിലയേറിയ രക്തത്തിൽ കഴുകി മുദ്രയിടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ അങ്ങേക്ക് കീഴ്പ്പെടുന്നു കർത്താവേ. ഈ ലോകപരമായ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ അങ്ങ് വിടുവിച്ച് മറച്ചു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും തരുന്നു അപ്പാ. പ്രാർത്ഥിക്കുന്ന അടിയാനെയും തരുന്നു അപ്പാ. അടിയങ്ങളെ അങ്ങയുടെ ചിറകിൻ നിഴലിൽ മറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ.